53 വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി ജീവിച്ച ധർമ്മടം മണ്ഡലം പ്രസിഡന്റ് പി.ടി. സനൽകുമാർ രാജി സമർപ്പിച്ചു. മണ്ഡലത്തിൽ ആത്മാർത്ഥ സേവനം നടത്തിയ തനിക്കെതിരെ പാർട്ടിയിൽ നിന്നുണ്ടായ വ്യാജ അഴിമതി ആരോപണത്തിലാണ് പ്രാഥമിക അംഗത്വം തന്നെ രാജിവെച്ചതായി സനൽകുമാർ പറഞ്ഞത്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ പാർട്ടിയിൽ അംഗത്വത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ എന്നെ അഴിമതിക്കാരനും കൊള്ളക്കാരനുമാക്കി ചിത്രീകരിക്കാൻ INTUC നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ ശ്രമിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണത്തിൽ മനം നൊന്താണ് ധർമ്മടം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്ന് P.T. സനൽകുമാർ പറഞ്ഞു. വളരെ മാനസികമായ ദുഃഖത്തോടും വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ DCCക്ക് 15-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് രാജി സമർപ്പിച്ചത്. എൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മധ്യത്തിൽ എന്നെ അഴിമതിക്കാരനും കൊള്ളക്കാരനുമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഒരു INTUC നേതാവ് ഉൾപ്പെടെയുള്ള ചില പ്രാദേശിക കോൺഗ്രസിൻ്റെ ഭാരവാഹികളും നാട്ടിൽ ധർമ്മടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 53 വർഷക്കാലം നാടിനായി ആത്മാർത്ഥ സേവനം നടത്തി. ഇന്ന് പ്രാഥമിക അംഗത്വം തന്നെ രാജിവെച്ചു. പ്രസ്ഥാനത്തിനു വേണ്ടി ഇത്രയും നാൾ ജീവിച്ച തനിക്കെതിരെ കഴിഞ്ഞ 6 വർഷമായി വ്യക്തിഹത്യപരമായ ഗൂഢാലോചന നടത്തുകയാണെന്നും സനൽകുമാർ പറഞ്ഞു. 53 വർഷക്കാലം ഈ മണ്ണിൽ, ഈ ധർമ്മടത്തിന്റെ മണ്ണിൽ രാവെന്നോ പകലെന്നോ നോക്കാതെ എല്ലാവർക്കും, ഞാൻ തലവെട്ടിയാലും കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, ന്യായമായ പ്രശ്നം വരുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഞാൻ അവർക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായി തകർക്കാൻ വേണ്ടി കഴിഞ്ഞ 6 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഫലമാണ്. ഇനി ഞാൻ ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. താൻ തികഞ്ഞ കോൺഗ്രസ് അനുഭാവിയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വത്തിന്റെ ആവശ്യകതയില്ലെന്നും മരിക്കുവോളം കോൺഗ്രസ് അനുഭാവിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും ഈ പ്രാഥമിക അംഗത്വം രാജിവെച്ചാലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സുധാകരൻ്റെയും നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഇന്ദിരാജിയുടെയും ഒക്കെ ഫോട്ടോകളുണ്ട്. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി.